ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുഞ്ഞു സന്തോഷം നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനൊക്കെ വെച്ചിട്ട് ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ഫാമിലിയിൽ 3K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ട് പോലെ തന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ടും നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു 3K സബ്സ്ക്രൈബേഴ്സായ ഈ ഒരു സന്തോഷത്തിൽ ഒരു കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കേക്കിൻ്റെ ഒരു ഡെക്കറേഷൻ, കേക്കിൻ്റെ മുഴുവനായിട്ടുള്ള റെസിപ്പി കാണിക്കുന്നില്ല. കാരണം സാധാരണ വാനില സ്പോഞ്ച് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു ഡെക്കറേഷന് നമ്മളൊന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് പോയി കണ്ടിട്ട് വായോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലിൽ ആരെങ്കിലും പുതിയതായിട്ട് നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കാണും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ ഡിസൈനിങ് ആയിട്ടുള്ള പുതിയ മോഡൽ ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പുകൾ, അതേപോലെ ഫ്രോക്ക്, ഇതുപോലത്തെ വീഡിയോസൊക്കെയാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്ക് ഇതുപോലത്തെ കുക്കിംഗ് ആയിട്ടുള്ള വീഡിയോസും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ കേക്ക് ഐസിങ് ചെയ്യണമെന്നൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ബേക്കിംഗ് ടൂൾസുകളൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ ടേൺ ടേബിളോ അതേപോലെ ഐസിങ് നൈഫോ ഒന്നും ഇല്ലാതെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുഞ്ഞു ട്രിക്കാണ് കേട്ടോ ചെയ്യുന്നത്. ഇതുപോലത്തെ ഒരു ബോട്ടിൽ നമ്മളിതുപോലെ വെച്ചിട്ട് നമ്മളെ കേക്ക് ഉണ്ടാക്കുന്ന ടിന്നുണ്ടല്ലോ, കേക്ക് ടിന്നുണ്ടല്ലോ, ആ കേക്ക് ടിന്ന് അതിൻ്റെ മുകളിൽ ഇതുപോലെ കമഴ്ത്തി വെക്കുകയാണ്. ഇതിൻ്റെ മുകളിലാണ് കേട്ടോ നമ്മൾ കേക്ക് വെച്ചിട്ട് ഐസിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കേക്കൊക്കെ അതവിടെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ 2 ടയർ കേക്കാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ 2 കേക്ക് ഉണ്ടാക്കിയിട്ട് 2 കേക്കും ഒന്ന് ഐസിങ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ക്രീം നമ്മൾ തെന്നി പോവാതിരിക്കാൻ വേണ്ടി ക്രീം മുകളിൽ വെച്ച് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് നമ്മൾ കേക്ക് വെച്ചിട്ട് ഐസിങ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സെൻറ്ററിലുള്ള ആ ഒരു പീസാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. മുകളിലെ ഏറ്റവും താഴത്തെ പീസ് നമ്മൾ മുകളിലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ആ ഒരു ഫ്ലാറ്റ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്യാണ്. അപ്പോൾ ഇത് ഷുഗർ സിറപ്പിലേക്ക് ഞാൻ മിൽക്കും പഞ്ചസാരയും കൂടെ ചേർത്ത് തിളപ്പിച്ചെടുത്ത് അതിലേക്ക് ഏലക്കായ ഇട്ടിട്ട് തിളപ്പിച്ചെടുത്ത സിറപ്പാണ് കേട്ടോ. മോനെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നന്നായിട്ട് സൗണ്ട് ഉണ്ടാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് കേട്ടോ. അതാണ് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ കേൾക്കുന്നത്. അപ്പോൾ കേക്ക് നമ്മൾ നന്നായിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം അതിന് മുകളിൽ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ക്രീം നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തതിന് ശേഷം അത് നമ്മൾ സ്ട്രോബെറിൻ്റെ ക്രഷ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് എനിക്ക് മാറിപ്പോയതാണ്. ആദ്യം സ്ട്രോബെറി ക്രഷ് അപ്ലൈ ചെയ്തതിന് ശേഷം വേണമായിരുന്നു ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിടാൻ. ഞാൻ ആദ്യം അത് ചെയ്തു പോയി. കുഴപ്പമില്ല, നമ്മളിത് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം അടുത്ത ലെയറും കൂടെ വെച്ചിട്ട് അതും ഇതേപോലെ തന്നെ നമ്മുടെ മിൽക്ക് സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ക്രീം വെച്ച് അപ്ലൈ ചെയ്തതിന് ശേഷം സ്ട്രോബെറി ക്രഷും അതേപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ട് അടുത്ത ലെയറും കൂടെ വെച്ച് കൊടുത്ത് മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്ത് ചെറുതായിട്ട് ഇത് ചെയ്യുമ്പോൾ തന്നെ ഇതിനോട് ഒപ്പം തന്നെ നമ്മൾ സൈഡൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത് പോവാം കേട്ടോ. എന്നിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫ്രീസറിൽ വെച്ചെന്ന് ചോദിച്ചിട്ട് നമ്മൾ കേക്ക് ഹാർഡായി പോകുന്നില്ല കേട്ടോ. കേക്ക് നമ്മൾ കുറച്ച് സമയം ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കുക. 1 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് ഫ്രീസറിൽ വെച്ചെടുത്തിട്ട് നമുക്ക് മുഴുവനായിട്ടൊന്ന് നന്നായിട്ട് തന്നെ ക്രീം കൊടുത്തൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഏറ്റവും മുകളിലത്തെ ലെയറും വെച്ചു. അതും ഇതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മിൽക്ക്
വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം മുകളിൽ നന്നായിട്ട് ക്രീം കൊടുത്തിട്ട് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുത്തിട്ട് ഫ്രീസറിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റത്തെ കേക്കാണ്, താഴെ വെക്കാനുള്ള കേക്ക്. ഇത് കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ നമ്മൾ മറ്റേ കേക്കും ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ പറഞ്ഞു 2 ടയർ കേക്കാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം ഇതൊന്ന് ക്രം കോട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് മറ്റേ കേക്കും കൂടെ ഇതുപോലെ തന്നെ ഇതേ രീതിയിൽ തന്നെയാണ് കേട്ടോ മറ്റേ കേക്കും ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ കേക്ക് ഫ്രീസറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി മറ്റേ കേക്ക് മുകളിൽ വെക്കാനുള്ള കേക്കും കൂടെ ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ടാമത്തെ കേക്കും ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രീസറിലേക്ക് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ആദ്യം ഫ്രീസറിൽ വെച്ചിട്ടുള്ള ആ കേക്ക് എടുത്തിട്ട് നമ്മൾ സൈഡിലും മുകളിലൊക്കെ നന്നായിട്ടൊന്ന് ക്രീം കൊടുത്തിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് മുഴുവനായിട്ട് നമ്മളൊന്ന് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡൊന്നും നന്നായിട്ട് ഫിനിഷ് ആവണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മളിതാ ഒരു സ്പാച്ചുല ഡിസൈനാണ് കൊടുക്കുന്നത്. അപ്പോൾ സ്പാച്ചുല വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് സൈഡും മുകളിലൊക്കെ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ഒന്ന് കുത്തി കൊടുത്താൽ മതി, നന്നായിട്ട് പ്രസ് ചെയ്യരുത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു സ്പൂണിൻ്റെ ബാക്ക് വശം വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിസൈനാണ് നമ്മളിത് മുഴുവനായിട്ട് ചെയ്തെടുക്കുന്നത്. നല്ലൊരു സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്, കാണാനും ഒരു ഭംഗി ഉണ്ടാവും കേട്ടോ. നമുക്ക് ഡെക്കറേഷനൊന്നും അറിയാത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ സൈഡ് മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ ചെയ്തെടുത്തു. അതേപോലെ തന്നെ മുകളിലും ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതേപോലെ തന്നെ 2 കേക്കും നമ്മൾ മുഴുവനായിട്ട് ചെയ്തിട്ട് ഈ കേക്കിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ മറ്റേ കേക്കും കൂടെ ഒന്ന് എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ കേക്കിൻ്റെ മുകളിലേക്ക് രണ്ടാമത്തെ കേക്ക് ഒന്ന് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഇതെടുത്ത് വെക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. 2 സ്പാച്ചുല വെച്ചിട്ടൊക്കെ മെല്ലെ 2 വശത്തൂടെ ഒന്ന് പൊക്കിയിട്ട് ഒന്ന് വെച്ചാൽ മതി. അല്ലെങ്കിൽ വലിയ കത്തിയൊക്കെ ഉണ്ടെങ്കിൽ 2 കത്തി യൂസ് ചെയ്തിട്ട് വീണ് പോവാതെ സെൻറ്ററിലേക്കൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ മുഴുവനായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫോണൊന്ന് ചാർജ് കഴിഞ്ഞ് ഓഫായി പോയിട്ട്, അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡെക്കറേഷനൊന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഇതൊന്നുമില്ല, നമ്മൾ വൈറ്റ് ക്രീമിൽ കുറച്ച് റോസ് കളറൊന്ന് ആഡ് ചെയ്തിട്ട് സ്റ്റാർ നോസിൽ ഇട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്തു. അത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു ഫ്ലവർ.
പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഷുഗർ ബീഡ്സ് ഇട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ 3K സബ്സ്ക്രൈബ് എന്നൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് യൂട്യൂബിൻ്റെ സിമ്പലൊക്കെ വെച്ചിട്ട് ചെയ്യാനുള്ളൊരു പ്ലാനിങ് ആയിരുന്നു. അപ്പോഴേക്ക് മോന് വന്നിട്ട് അതൊന്നായിട്ട് വലിച്ച് ആകെ കുളമാക്കി തന്നു. അപ്പോൾ അത് ആകെ കുളമായിട്ടോ പേര് എഴുതിയതൊക്കെ. അപ്പോൾ ഇനി നമ്മൾ കേക്കൊന്ന് കട്ട് ചെയ്യുകയാണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു കേക്കിൻ്റെ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മളെ വീഡിയോസൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ചാനലിൽ ആരെങ്കിലും പുതിയതായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ഓക്കെ, ടാറ്റാ, ബൈ, ടേക്ക് കെയർ.